നല്ല ടേസ്റ്റുള്ള ചെമ്പല്ലി ഫ്രൈ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് പൊഴിന്ന് പിടിച്ച ചെമ്പല്ലിയാണ് കേട്ടോ. കടലിനും കായലിനും ഇടയ്ക്കുള്ള സ്ഥല പൊഴി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടിയതാണ്. 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോണ്ണം നോക്കാം, എങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. ക്ലീൻ ആക്കി വൃത്തിയായിട്ട് വരഞ്ഞിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടിയിടാം. ആദ്യം കുരുമുളക് ഇടുന്നുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഫ്ലഷ് ഒന്ന് സോഫ്റ്റ് ആവാൻ കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട്. ഇഞ്ചിയും വെള്ളുള്ളിയും ചതച്ചതാണ് ചേർക്കുന്നത് അടുത്ത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ചതച്ചെടുക്കണം. അരച്ചല്ല, ചതച്ചെടുത്താലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത്. വെളിച്ചെണ്ണ ചേർക്കുക. വെള്ളത്തിൽ മാത്രം വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പൊ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. അതല്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളം തന്നെ നമുക്ക് ഒഴിച്ച് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മീനിന്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അകത്ത് നമ്മൾ വരഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലായിടത്തും നല്ലതായിട്ട് പിടിക്കും. മുളക് പൊടിയും എല്ലാം നന്നായിട്ട് പിടിക്കും. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റും ഇതിനുണ്ടാവും. നമ്മൾ കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുറച്ചുകൂടി ഉള്ളിലേക്ക് പിടിക്കും. നിർബന്ധമില്ല, പെട്ടെന്ന് അത്യാവശ്യത്തിനാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നമുക്ക് ഫ്രൈ പാനിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ വെക്കാം. അതല്ല, കുറച്ചു നേരം വെക്കാൻ സമയമുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വെക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാൻ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഫ്രൈ ചെയ്യാം. ഞാനൊരു പാൻ എടുത്തിട്ട് അതിൽ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാം ഓയിലോ വേറെ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ സാധാരണ എടുക്കാറുള്ളത്. എന്തായാലും ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഈ പുഴയുടെയും കടലിന്റെയും നടുക്കുള്ള പൊഴിഭാഗത്തു നിന്ന് പിടിക്കുന്ന മീനിന് ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റ് ആണ്. അപ്പൊ ആ ഒരു ടേസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവണമെന്നില്ല. അപ്പൊ അതിന്റെ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ടാണ് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് ചേർക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സാധാ മീൻ കഴിക്കുന്ന പോലെ ഒരു ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഒരു എക്സ്ട്രാ ഒരു ഫ്ലേവർ, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ സാധാ കടലിൽ നിന്ന് മേടിക്കുന്ന മീനിനും പുഴമീനും ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ചെമ്പല്ലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ വെച്ചിട്ടുണ്ട് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം.